നമസ്കാരം. തൃശൂർ വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗത്തിന്റെ പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു കവിതയാണ്. സ്വാതി എഴുതിയ പുകേല എന്ന കവിത. എടപ്പാൾ ശുഗപുരം സ്വദേശിയായ സ്വാതി തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നിവിടങ്ങളിൽ നിന്നായി മലയാളത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. 2019 കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിൽ കവിതയ്ക്ക് 2ാം സമ്മാനം, 2022 ജാതിക്കുമ്മി കവിതാ പുരസ്കാരം, പ്രഥമ PM പള്ളിപ്പാട് കവിതാ പുരസ്കാരം എന്നിവ ലഭിച്ചു. ആദ്യ കവിതാ സമാഹാരം ഉന്മാദ വിഷാദ ധ്രുവപാളങ്ങൾ എന്ന പേരിൽ പുറത്തിറങ്ങി. നിലവിൽ കണ്ണൂർ സർവകലാശാലയിലെ മലയാള വിഭാഗം ഗവേഷകയാണ്. കേൾക്കാം സ്വാതിയുടെ കവിത പുകേല. കവിത പുകേല. തെണ്ടിലേല് പുകേലത്തരി ചുരുട്ടും നേരം അവക്ക് പേറ്റുവേന വന്നു. പുകേല കൂട്ടിടണ കുടിസുമുറിയിൽ കൊണ്ടുപോയി കിടത്തുമ്പോഴേക്കും വെള്ളം പോയി തുടങ്ങി. തെണ്ടിലേല് പുകേലത്തരി ചുരുട്ടും നേരം അവക്ക് പേറ്റുവേന വന്നു. പുകേല കൂട്ടിടണ കുടിസുമുറിയിൽ കൊണ്ടുപോയി കിടത്തുമ്പോഴേക്കും വെള്ളം പോയി തുടങ്ങി. മുതലാളി വണ്ടി വിളിച്ച് ആശുപത്രിയിലെത്തിച്ചു. കുട്ടിക്ക് സൂക്കേട് വരുമെന്നും ചെയ്യണ പണി നിർത്തണമെന്നും ഡോക്ടർ മുമ്പ് പറഞ്ഞായിരുന്നു. പിറന്ന കുഞ്ഞിനാദ്യം കരച്ചിലില്ലായിരുന്നു. ബീഡിമണമുള്ള നെഞ്ഞത്ത് ചേർത്തപ്പോ ഭൂമി തൊട്ട പൊള്ളലേറ്റ് പെട്ടെന്നത് തൊള്ള കീറി. പിറന്ന കുഞ്ഞിനാദ്യം കരച്ചിലില്ലായിരുന്നു. ബീഡിമണമുള്ള നെഞ്ഞത്ത് ചേർത്തപ്പോ ഭൂമി തൊട്ട പൊള്ളലേറ്റ് പെട്ടെന്നത് തൊള്ള കീറി. തെണ്ടിലവാടയുള്ള മുലപ്പാല് കുടിച്ചും പുകേലക്കറയുള്ള ചോറുരുളകൾ തിന്നും കമ്പനിയിൽ എല്ലാരോടുമൊപ്പം നൂല് കെട്ടാൻ കൂടിയും കുഞ്ഞു വളർന്നു. തെണ്ടിലവാടയുള്ള മുലപ്പാല് കുടിച്ചും പുകേലക്കറയുള്ള ചോറുരുളകൾ തിന്നും കമ്പനിയിൽ എല്ലാരോടുമൊപ്പം നൂല് കെട്ടാൻ കൂടിയും കുഞ്ഞു വളർന്നു. ഒടയണ സ്ലേറ്റിൽ അമ്മയ്ക്ക് ശേഷം ബീഡി എന്നെഴുതിയ കുട്ടിയെ ഒരിക്കൽ ടീച്ചർ നുള്ളി. ഒടയണ സ്ലേറ്റിൽ അമ്മയ്ക്ക് ശേഷം ബീഡി എന്നെഴുതിയ കുട്ടിയെ ഒരിക്കൽ ടീച്ചർ നുള്ളി. കുട്ടിയുടെ രഹസ്യമായ കാത്തിരിപ്പിനൊടുവിൽ പപ്പടവടയും നീളമുള്ള മഞ്ചുമിഠായിയും കൊണ്ട് അച്ഛനെത്തി. അന്നമ്മ അവളെയും കൊണ്ട് കമ്പനിയിൽ കിടന്നു. കുട്ടിയുടെ രഹസ്യമായ കാത്തിരിപ്പിനൊടുവിൽ പപ്പടവടയും നീളമുള്ള മഞ്ചുമിഠായിയും കൊണ്ട് അച്ഛനെത്തി. അന്നമ്മ അവളെയും കൊണ്ട് കമ്പനിയിൽ കിടന്നു. മംഗലാരത്ത് തുകല് തുന്നുന്ന കടയില് 2 ദിവസം നിന്നാല് ചുമമരുന്ന് വാങ്ങാൻ അമ്മയ്ക്ക് കടം വാങ്ങണ്ടല്ലോ എന്ന് കരുതിയാ വെള്ളിയാഴ്ച നേരത്തെ സ്കൂള് വിട്ടപ്പോ അച്ഛൻ്റെ ഒപ്പം തീവണ്ടിയിൽ പോയത്. മംഗലാരത്ത് തുകല് തുന്നുന്ന കടയില് 2 ദിവസം നിന്നാല് ചുമമരുന്ന് വാങ്ങാൻ അമ്മയ്ക്ക് കടം വാങ്ങണ്ടാലോ എന്ന് കരുതിയാ വെള്ളിയാഴ്ച നേരത്തെ സ്കൂള് വിട്ടപ്പോ അച്ഛൻ്റെ ഒപ്പം തീവണ്ടിയിൽ പോയത്. മഞ്ചുമിഠായിനേക്കാളും നീളത്തിലുള്ള മിഠായികൾ ഉണ്ടെന്ന് കേട്ടോണ്ടല്ല, മംഗലാരത്ത് ഒത്തിരി കാണാനുണ്ടെന്ന് കേട്ടോണ്ടല്ല, പുള്ളിക്കൊട പുതിയത് തരാന്ന് കേട്ടോണ്ടല്ല, അമ്മേനേക്കാളും ഇഷ്ടമുണ്ടായിട്ടല്ല, അമ്മേനേക്കാളും ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല. മഞ്ചുമിഠായിനേക്കാളും നീളത്തിലുള്ള മിഠായികൾ ഉണ്ടെന്ന് കേട്ടോണ്ടല്ല, മംഗലാരത്ത് ഒത്തിരി കാണാനുണ്ടെന്ന് കേട്ടോണ്ടല്ല, പുള്ളിക്കൊട പുതിയത് തരാന്ന് കേട്ടോണ്ടല്ല, അമ്മേനേക്കാളും ഇഷ്ടമുണ്ടായിട്ടല്ല, അമ്മേനേക്കാളും ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല. ചൊവ്വേം ഞാൻ സ്കൂളിലെത്തിയില്ല. തുകല് തുന്നുന്ന വലിയ സൂചികൾ കേറിയിറങ്ങി യൂണിഫോം ആകെ കീറി പറഞ്ഞുപോയി. തൊടയിലാകെ വലിയ വീടിടെ വട്ടങ്ങളും. ചൊവ്വേം ഞാൻ സ്കൂളിലെത്തിയില്ല. തുകല് തുന്നുന്ന വലിയ സൂചികൾ കയറിയിറങ്ങി യൂണിഫോം ആകെ കീറി പറഞ്ഞുപോയി. തൊടയിലാകെ വലിയ വീടിടെ വട്ടങ്ങളും. മംഗലാരത്തുനിന്ന് വീടെത്തുമ്പോൾ ബീഡി കമ്പനിയിലെ എല്ലാവരും ഉണ്ട്. അമ്മ തന്നെയും പിന്നെയും ബീഡി വലിച്ചോണ്ടിരിക്കുകയാണ്. മംഗലാരത്തുനിന്ന് വീടെത്തുമ്പോൾ ബീഡി കമ്പനിയിലെ എല്ലാവരും ഉണ്ട്. അമ്മ തന്നെയും പിന്നെയും ബീഡി വലിച്ചോണ്ടിരിക്കുകയാണ്. ഒറ്റ ജോഡി യൂണിഫോം മംഗലാരത്തെ ആശുപത്രിക്കാർ അഴിച്ചെടുത്തോണ്ടും
തിങ്കൾ സ്കൂൾ മുടക്കിയോണ്ടും അമ്മയ്ക്കടുത്തേക്ക് ഞാൻ ആദ്യം പോയില്ല. ആളൊഴിഞ്ഞോണ്ടിരുന്നു, അമ്മ പുകച്ചോണ്ടിരുന്നു. ഒറ്റ ജോഡി യൂണിഫോം മംഗലാരത്തെ ആശുപത്രിക്കാര് അഴിച്ചെടുത്തോണ്ടും തിങ്കൾ സ്കൂൾ മുടക്കിയോണ്ടും അമ്മയ്ക്കടുത്തേക്ക് ഞാൻ ആദ്യം പോയില്ല. ആളൊഴിഞ്ഞോണ്ടിരുന്നു, അമ്മ പുകച്ചോണ്ടിരുന്നു. ഞാൻ ആ നെഞ്ചും കൂടിലേക്ക് നേരിട്ട് കയറി പുകയിലത്തരികൾക്കിടയിൽ ഒട്ടിക്കിടന്നു. ചുമമരുന്ന് മറന്നമ്മേ.